അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ജമാദുൽ ആഖിർ മാസത്തിന്റെ 26ാമത്തെ രാവിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. നാളെ 26ാമത്തെ പകലാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. പടച്ചവനെ റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നു, ഉംറക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. അവർക്കൊക്കെ നല്ല ഖൈർ കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും രോഗികളാണ്, രോഗങ്ങൾക്ക് നീ ശിഫാ കൊടുക്കണേ അല്ലാ. സ്ഥിരമായി ഞങ്ങളുടെ ക്ലാസ്സുകൾ കാണുന്ന നിരവധി ഉമ്മമാരുണ്ട്, വാപ്പമാരുണ്ട്, സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും കൊടുക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാ നമുക്ക് ദിക്റിന്റെ മജ്ലിസിലേക്ക് കടക്കാം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ. ആകാശഭൂമികൾക്കിടയിലുള്ള എല്ലാ ഷർറ് ബലാ മുസീബത്തുകളെ തൊട്ടുള്ള കാവൽ കിട്ടാൻ രാവിലെ സുബഹിക്ക് ശേഷവും മഗ്‌രിബിന് ശേഷവും ഒക്കെ പതിവാക്കിയാൽ ഒരുപാട് നേട്ടങ്ങളുള്ള, ഒരുപാട് പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാൻ പറ്റുന്ന ദിക്ർ ഔറാദുകളിൽപ്പെട്ട നബിതങ്ങൾ പഠിപ്പിച്ച ഒരു ദിക്ർ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ഇത് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്, എല്ലാ ആപത്തുകളെ തൊട്ടുള്ള കാവലുണ്ടാകുമെന്നാണ്. പറഞ്ഞോ. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. അല്ലാഹുവിനെ ഹംദ് പറയൽ നമ്മുടെ മേൽ അനിവാര്യമാണ്. പടച്ചോൻ എന്ത് അനുഗ്രഹം തന്നാലും അൽഹംദുലില്ലാ എന്ന് പറയണം. ഭക്ഷണം അനുഗ്രഹമാണ്, അത് കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പറയണം. വസ്ത്രം ധരിച്ചാൽ അൽഹംദുലില്ലാ പറയണം. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പറയണം. നമ്മളൊരു യാത്ര പോയി തിരിച്ച് വീട്ടിലേക്ക് എത്തിയാൽ അൽഹംദുലില്ലാ പറയണം. അങ്ങനെ എന്ത് നല്ല കാര്യത്തിന് ശേഷവും എന്ത് പറയണം? അൽഹംദുലില്ലാ എന്ന് പറയണം. ഈ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. അങ്ങനെയാണ് നിസ്കാരത്തിലൊക്കെ നമ്മൾ പറയുന്നത്. എന്നാൽ ഈ ഹംദിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപമുണ്ട്. അത് ഏതെങ്കിലും ഒരു മനുഷ്യൻ ആത്മാർത്ഥമായി പറഞ്ഞാൽ അവനിക്ക് അല്ലാഹു തആല നിഅമത്തുകൾ അധികരിപ്പിച്ചു കൊടുക്കും. നമുക്കതൊന്ന് പറഞ്ഞാലോ? ഹംദിന്റെ പൂർണ്ണ രൂപം പറഞ്ഞോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا كثيرا طيبا مباركا فيه على كل حال.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അഫ്ളലു ദിക്ർ നമുക്ക് ചൊല്ലാം. അഫ്ളലു ദിക്ർ ചൊല്ലാത്ത ഒരു സദസ്സ് പോലും ഉണ്ടാവാൻ പാടില്ല. ഒരുപാട് നേട്ടങ്ങളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റുണ്ടല്ലോ, അത് മനസ്സിൽ തട്ടി പറയണം. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് എനിക്ക് ഈ ദിക്ർ പറഞ്ഞു മരിക്കാൻ പറ്റണം എന്ന് മനസ്സിൽ കരുതി ഇൻഷാ അല്ലാഹ് നല്ലവണ്ണം പറഞ്ഞു കേട്ടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്
لا إله إلا الله 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 لا إله إلا الله. കടലിന്റെ നുരയോളം തെറ്റുകൾ പൊറുക്കപ്പെടാൻ പറ്റുന്ന തരത്തിൽ വലിയ മഹത്വമുള്ള ദിക്ർ നമുക്കൊന്ന് പറഞ്ഞാലോ. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. അല്ലാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട രണ്ട് ഇസ്മുകൾ. ഇതിന്റെ നേട്ടമെന്ന് പറഞ്ഞാൽ നമുക്ക് സമ്പന്നത കിട്ടുമെന്നാണ്. സമ്പന്നത എന്ന് പറഞ്ഞാൽ കുറെ പൈസ ഉണ്ടാവലല്ല, മറിച്ച് മക്കളിൽ ബർക്കത്തുണ്ടാവുക അതൊരു സമ്പന്നതയാണ്. ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാവുക അതൊരു സമ്പന്നതയാണ്. അതുപോലെ തന്നെ കച്ചവടത്തിൽ ഖൈർ ഉണ്ടാവുക അതൊരു സമ്പന്നതയാണ്. ഈമാൻ വർദ്ധിക്കുക അതൊരു സമ്പന്നതയാണ്. അല്ലെ, എല്ലാം സമ്പന്നതയാണ്. ഇൻഷാ അല്ലാഹ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു സമ്പന്നത, ഒരു റാഹത്ത് ഉണ്ടാവണം. അതിന് പറ്റിയ ഒരു രണ്ട് ഇസ്മുകളുണ്ട്. നമുക്കത് ചേർത്തൊന്ന് പറഞ്ഞാലോ. യാ ഗനിയു യാ മുഗ്നി ജല്ല ജലാലുക യാ അല്ലാഹ്. 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 യാ ഗനിയു യാ മുഗ്നി ജല്ല ജലാലുക യാ അല്ലാഹ്.
യാ ഗനിയു യാ മുഗ്നി ജല്ല ജലാലുക യാ അല്ലാഹ് 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 യാ ഗനിയു യാ മുഗ്നി ജല്ല ജലാലുക യാ അല്ലാഹ്. അള്ളാഹുവിനെ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു തെറ്റാണ് ഷിർക്ക് ചെയ്യുക എന്നുള്ളത്. ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് പങ്കു ചേർക്കുക. നമ്മൾ നിസ്കരിക്കുന്നതും നോമ്പ് പിടിക്കുന്നതും അതുപോലെ തന്നെ നമ്മളെ ഇബാദത്ത് എടുക്കുന്നതെല്ലാം അള്ളാഹ്ക്ക് വേണ്ടിയാണ്. പക്ഷേ നമ്മളല്ലാത്ത മറ്റുള്ള ആളുകൾ അവര് അള്ളാഹുവിനെ അല്ലാതെ മറ്റു ദൈവങ്ങളെയൊക്കെ ആരാധിക്കുന്നുണ്ട്. അത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അപ്പൊ നമുക്ക് ഈമാൻ ഉറപ്പിച്ച് കിട്ടണം. നമ്മളൊന്നും ഒരിക്കലും ഷിർക്കിലേക്ക് പോവാൻ പാടില്ല, അല്ലെ? അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ നമുക്കൊന്ന് ദുആ ചെയ്താലോ? ഇതൊരു ദുആയാണ്, ഒരു ദിക്റാണ്, ഒരു തേട്ടമാണ്. ഷിർക്കിലേക്കൊന്നും പോവാതിരിക്കാനും പിന്നെ അതുപോലെ തന്നെ അള്ളാഹുവിലേക്കുള്ള നമ്മുടെ വിശ്വാസം ഉറപ്പായി കിട്ടാൻ വേണ്ടിയുള്ള ഒരു വചനമാണ്. മഹാന്മാരായ ഔലിയാക്കന്മാരൊക്കെ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വചനമാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ? അല്ലാഹു അല്ലാഹു അല്ലാഹ് റബ്ബി ലാ ഉശ്രികു ബിഹി ശൈആ. 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 പരിശുദ്ധ സ്വർഗത്തിലുള്ള നിധിയാണെന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ ആ പുണ്യമായ സ്വർഗത്തിലെ നിധി നമുക്കൊന്ന് ചൊല്ലിയാലോ? അല്ലാഹു തആല ഈ ദിക്റിന്റെ ശ്രേഷ്ഠത കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ മാറ്റിത്തരട്ടെ, രോഗങ്ങൾ ശിഫയാക്കട്ടെ, കടങ്ങൾ മാറ്റിത്തരട്ടെ. നല്ല ആത്മാർത്ഥതയോടെ എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله. നമ്മൾ ഇന്നത്തെ മജ്ലിസിൽ ചൊല്ലിയ ദിക്ർ, സ്വലാത്ത്, തസ്ബീഹ് എല്ലാം അല്ലാഹു തആല സ്വീകരിക്കട്ടെ. പ്രത്യേകം ഇന്നത്തെ മജ്ലിസിൽ ദുആരക്കാൻ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. പലരും ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നേരിട്ട് കണ്ട് പറഞ്ഞിട്ടുണ്ട്, പിന്നെ മറ്റുള്ളവരോട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആരക്കും ആരുടെയും പേരൊന്നും തൽക്കാലം എടുത്തു പറയുന്നില്ല. മൊത്തത്തിൽ എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യാൻ പോകുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കട്ടെ. സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തീൻ ഓതി നമുക്ക് ദുആയിലേക്ക് കടക്കാം. إلى حضرة نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم وإلى حضرات أهل الخير والفضل كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد.
بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أنزله المقعد المقرب عندك يوم القيامة ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أرحم الراحمين يا കരുണയുള്ള റബ്ബേ ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാഹുവേ ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിപ്പോയവരാണ് ഞങ്ങൾ ഓരോരുത്തരും ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയവരാണ് പാപങ്ങൾ ചെയ്തു പോയവരാണ് എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ ഒറ്റക്കും കൂട്ടായും അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചവരാണ് ഞങ്ങൾ സമ്മതിക്കുന്നു എല്ലാം നീ മഗ്ഫിറത്തിലാക്കണേ അല്ലാ മർഹമത്തിലാക്കണേ അല്ലാ അല്ലാഹുവേ ഇനിയുള്ള ജീവിതം നിന്നെ സൂക്ഷിച്ച് ജീവിക്കാനും മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ അനുധാവനം ചെയ്ത് ജീവിക്കാനുള്ള മഹാ സൗഭാഗ്യം തരണേ അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളാക്കി മാറ്റി ഞങ്ങളുടെ ഉമ്മ വാപ്പ ഞങ്ങളുടെ ഭാര്യ ഭർത്താവ് ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ കൂട്ടുകാര് നാട്ടുകാര് വേണ്ടപ്പെട്ടവർ മരുമക്കള് സഹോദരിമാര് സഹോദരങ്ങൾ ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ട് എല്ലാവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ മർഹമത്ത് കൊടുക്കണേ അല്ലാ അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ മരിച്ച് ഖബറിലേക്ക് പോവാനുള്ളവരാണ് ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കി തരണേ അല്ലാ പടച്ചവനെ ജീവിതത്തിൽ നീ ഈമാൻ തരണേ അല്ലാ ഇഖ്ലാസ് തരണേ അല്ലാ തഖ്വ തരണേ അല്ലാ ഇസ്തിഖാമത്ത് തരണേ റഹ്മാനെ അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ വരുമ്പോ പിടിച്ചു നിൽക്കാനും അല്ലാഹുവേ അതിലൊക്കെ ക്ഷമിക്കാനുമുള്ള മഹാ സൗഭാഗ്യം തരണേ അല്ലാ പടച്ചവൻ ഞങ്ങളുടെ ഈമാൻ ഫസാദായി പോകുന്ന നഷ്ടപ്പെട്ടു പോകുന്ന വലിയ പരീക്ഷണങ്ങൾ തന്ന് അല്ലാഹുവേ ഞങ്ങളെ നീ ഇടങ്ങേറിലാക്കല്ലേ റഹ്മാനെ അല്ലാഹുവേ പടച്ചവനെ ഈ സദസ്സ് നീ സ്വീകരിക്കണേ റബ്ബേ അല്ലാഹുവേ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടുമൊക്കെ ഞങ്ങളുടെ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് വാപ്പമാരുണ്ട് സഹോദരിമാര് സഹോദരങ്ങൾ എല്ലാവർക്കും നീ ഖൈറ് കൊടുക്കണേ അല്ലാ അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും ബറക്കത്ത് നൽകണേ അല്ലാ സലാമത്ത് നൽകണേ അല്ലാ ഇസ്സത്ത് നൽകണേ അല്ലാ ഞങ്ങളുടെ ഈ വീഡിയോകൾക്ക് താഴെ ഞങ്ങളുടെ ക്ലാസ്സുകൾക്ക് താഴെ ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറയുന്നുണ്ടോ കമന്റായി രേഖപ്പെടുത്തുന്നുണ്ടോ പലരും പറയും ഉസ്താദേ കമന്റ് ഒന്നും എഴുതാൻ അറിയില്ല നിങ്ങൾ ദുആ രക്കണമെന്ന് അല്ലാഹുവേ ആ പാവപ്പെട്ട മുഅ്മിനീങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്റെ സ്വർഗത്തിൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഇരിക്കാനുള്ള മഹാ സൗഭാഗ്യം തരണേ അല്ലാഹ് അല്ലാഹുവേ പടച്ചവനെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളുള്ളവരാണ് സങ്കടങ്ങളുള്ളവരാണ് ഞങ്ങൾ ആരോടും അതൊന്നും പറഞ്ഞിട്ടില്ല റബ്ബേ നിന്റെ മുന്നിൽ പറയുകയാണ് നിവർത്തി വെക്കുകയാണ് അല്ലാഹു ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നീ പരിഹാരം തരണേ അല്ലാഹു നിന്റെ പരീക്ഷണങ്ങൾക്ക് അറുതി തരണേ അല്ലാഹുവേ പടച്ചവനെ രോഗങ്ങൾക്ക് ശിഫാ തരണേ ക്യാൻസർ പോലെ ബ്രെയിൻ ട്യൂമർ പോലെ അല്ലാഹുവേ പേരില്ലാത്തതും പേരുള്ളതും മരുന്നില്ലാത്തതും മരുന്നുള്ളതുമായ ഒരുപാട് ചെറുതും വലുതുമായ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന കാലമാണ് അല്ലാഹുവേ പടച്ചവനെ ആരെല്ലാം രോഗികളായി കഴിയുന്ന എല്ലാ മുഅ്മിനീങ്ങളുടെയും രോഗങ്ങളെ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹു ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ഭർത്താവ് ഞങ്ങളുടെ ഭാര്യ ഞങ്ങളുടെ മക്കൾ കൂട്ടുകാര് നാട്ടുകാർ എല്ലാവർക്കും നീ ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുക്കണേ ഞങ്ങളുടെ ക്ലാസ്സുകളൊക്കെ സ്ഥിരമായി കേൾക്കുന്ന പലരും അല്ലാഹുവേ ഇന്ന് ഹോസ്പിറ്റലിൽ കഴിയുകയാണ് അവർക്കൊക്കെ നീ ശിഫ കൊടുക്കണേ പടച്ചവനെ അല്ലാഹുവേ കടങ്ങളുള്ളവരുണ്ട് കടങ്ങൾ മാറ്റിക്കൊടുക്കണേ കടങ്ങൾ വീട്ടാനുള്ള എളുപ്പവഴി തുറന്നു തരണേ റഹ്മാനെ അല്ലാഹുവേ പടച്ച റബ്ബേ വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട് ഖൈറായ വീട് കൊടുക്കണേ വാടകക്കാണ് താമസിക്കുന്നത് വീടില്ല വീടുണ്ടാവാൻ ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട് വീട് പണി നടക്കുന്നു അല്ലാഹുവേ എല്ലാം നീ സലാമത്തിലാക്കി കൊടുക്കണേ വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ഒരുപാട് സഹോദരിമാര് സഹോദരങ്ങൾ ഖൈറായ ഇണകൾ അവർക്ക് നീ അടുപ്പിച്ചു കൊടുക്കണേ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് ഖൈറായ മക്കളെ തരണേ ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കി തരണേ സ്വഭാവം മോശമാണ് പല മക്കളുടെയും
സ്വഭാവം നന്നാക്കി തരണയല്ലാ. അല്ലാഹുവേ പറഞ്ഞാൽ അനുസരിക്കുന്ന നല്ല മക്കളാക്കണയല്ലാ. ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാലും ഞങ്ങളെ ഓർക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി ദുആരക്കുന്ന നല്ല മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റണേ റഹ്മാനെ. മക്കളുടെ പഠനം, ജോലി, ജീവിതം അവർക്ക് നീ എല്ലാവിധ ഖൈറും സലാമത്തും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളൊക്കെ യാത്രകൾ ചെയ്യുന്നവരാണ്, അപകടങ്ങളെ തൊട്ട് കാക്കണയല്ല, ആക്സിഡന്റ് മരണങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. ശരീരം ഛിന്ന ഭിന്നമായി പോകുന്ന അവസ്ഥയൊന്നും നീ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ പലരും കച്ചവടക്കാരാണ്, ബിസിനസ് ചെയ്യുന്നവരാണ്, ഉപജീവനം ചെയ്യുന്നവരാണ്. നീ അതിലെല്ലാം വലിയ ബറക്കത്തും സലാമത്തും തരണേ അല്ലാ. ഒരുപാട് പ്രവാസികളായ മുഅ്മിനീങ്ങൾ ഞങ്ങളുടെ ക്ലാസ്സുകൾ കേൾക്കുന്നവരാണ്, അവരെ നീ കൈവെടിയല്ലേ അല്ലാ. അല്ലാഹുവേ, അവർക്കും നീ ഖൈറും സലാമത്തും കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും തരണേ അല്ലാ. അല്ലാഹുവേ, നീറുന്ന നൂറ് പ്രശ്നങ്ങളാണ് ഓരോ മുഅ്മിനീങ്ങൾക്കും ഉള്ളത്. എല്ലാ പ്രശ്നങ്ങൾക്കും നീ പരിഹാരം കാണണേ അല്ലാ. ഈ വർഷം ഹജ്ജ് ഉംറക്ക് പോവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അല്ലാഹുവേ പടച്ചവനെ, അവർക്കെല്ലാം ആ യാത്രകൾ നീ എളുപ്പത്തിലാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ നാട്ടിൽ നീ സമാധാനം തരണേ അല്ലാ, സ്വസ്ഥത തരണേ അല്ലാ. അല്ലാഹുവേ, എല്ലാവിധത്തിലുള്ള ഐശ്വര്യമുള്ള നല്ല നാടാക്കി മാറ്റണേ അല്ലാ. ഞങ്ങളുടെ നാട് ഭരിക്കുന്ന ഭരണാധികാരികൾ അവർക്കെല്ലാം നീ നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ നാട് ഐശ്വര്യത്തിലും മതേതരത്വത്തിലുമാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ലോക മുഅ്മിനീങ്ങൾക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. ലോക മുസൽമാനെ നീ സഹായിക്കണേ അല്ലാ. പടച്ചവനെ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള മഹാസൗഭാഗ്യം തരണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. الحمد لله. നമ്മുടെ ഇന്നത്തെ മജ്‌ലിസ് അവസാനിപ്പിക്കുകയാണ്. നാളെയും നമ്മുടെ മജ്‌ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക.